യെസ്, ഇന്ന് ഞാനൊരു കവറും തൂക്കി പിടിച്ചാൽ വന്നേ. ഇതേ നോക്കിക്കേ, താൻ ഈ നാടൻ ചീരയാണെന്ന് പറഞ്ഞ് ഹസ്ബൻഡ് ജോലി കഴിഞ്ഞ് വരുമ്പോൾ കൊണ്ടുവന്നതാണ്. തുറന്ന് നോക്കുമ്പോഴോ ചീരയിലേക്കാൾ കൂടുതൽ ഇതിൽ തണ്ടാണ് കാണുന്നത്. മുരിങ്ങക്കായുടെ അത്ര വലിപ്പമുള്ള തണ്ടുകളാണുള്ളത്. ചീര എന്ന് വെച്ചാൽ നമുക്കറിയാലോ, വൈറ്റമിൻസിൻ്റെ ഒരു കലവറ എന്ന് തന്നെ പറയാം. വൈറ്റമിൻ എ, വൈറ്റമിൻ സി, വൈറ്റമിൻ കെ, നമ്മുടെ ശരീരത്തിന് വേണ്ട ഒട്ടുമിക്ക വൈറ്റമിൻസും ഇതിലടങ്ങിയിട്ടുണ്ട്. ഇതിലെ ഈ പൂ പോലെയുള്ള ഭാഗങ്ങളൊക്കെ ഒഴിവാക്കിയെടുക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് എവിടെ ചീര കണ്ടാലും അപ്പോൾ അത് മേടിച്ചുകൊണ്ട് വരും. തോരൻ വലിയ ഇഷ്ടമാണ്. അപ്പോൾ ഹസ്ബൻഡിന് തോരൻ ഇഷ്ടമായതുകൊണ്ട് അപ്പോൾ ഈ തോരൻ്റെ വീഡിയോ ഒന്ന് നിങ്ങൾക്കും കൂടെ കാണിച്ചു തരാൻ വിചാരിക്കുന്നു. മാറ്റി വെച്ച നണ്ടുകളും ഞാൻ വേറെ തന്നെ എടുത്ത് വെക്കുന്നുണ്ട്. ഇത് നമുക്ക് തോരൻ വെക്കാം. ഇനി ഇതൊന്ന് ഫ്രഷ് ആയിട്ട് കഴുകിയെടുക്കുകയാണ്. ഒരു 3 പ്രാവശ്യം കഴുകിയിട്ടും മണ്ണ് കടിക്കാൻ ചാൻസ് ഉണ്ട്. ബാക്കി വെള്ളത്തിലും കൂടെ ഇട്ട് വെച്ചിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത്. തോരൻ ആവശ്യമായ ഈ ഒരു വലിപ്പത്തിലാണ് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് ചീര. ഇന്നത്തേക്കുള്ള തോരന് മാത്രമുള്ളതാണ് ഞാനിപ്പോൾ എടുക്കുന്നത്. ബാക്കി വരുന്നത് ഇതുപോലൊരു ജാറിൽ, ഒരു തുടച്ച് വൃത്തിയാക്കിയ ജാറിൽ നന്നായിട്ട് ഫ്രഷായിട്ട് അടച്ച് മൂടി വെക്കുകയാണ്. ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം. ഗ്യാസിൻ്റെ ഫ്ലെയിം ഓൺ ചെയ്തു. നമ്മളിതേ ഒരു ചീനച്ചട്ടി വെച്ചു. ഇതിലേക്ക് വേണ്ട മറ്റ് ഇൻഗ്രീഡിയൻസ് തേങ്ങയും വെളിയുള്ളിയുടെ ഒരു 1/2 പീസും ഒരു പച്ചമുളകും എടുത്തിട്ടുണ്ട്. ചീനച്ചട്ടി നന്നായി ചൂടായി വരുമ്പോൾ കുക്കിംഗ് ഓയിലായിട്ട് കോക്കനട്ട് ഓയിൽ എടുത്തിട്ടുണ്ട്. അത് ചൂടായി വരുമ്പോൾ കടുകിട്ടു. ബാക്കി ഇൻഗ്രീഡിയൻസ് ഒരുമിച്ചാണ് ഇട്ട് കൊടുക്കുന്നത്. ഇതൊന്ന് നന്നായി വഴറ്റിയെടുക്കണം. എൻ്റെ ചാനൽ പുതുതായി കാണുകയാണെങ്കിൽ, വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. ചാനൽ തുടർന്നും വീഡിയോസ് കാണുക. ഇതൊന്ന് ജസ്റ്റ് വാടി വരുമ്പോൾ കുറച്ച് മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും കൂടെയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇനിയും നന്നായി വഴറ്റണം. ഡയബറ്റീസ്, BP എന്നീ രോഗങ്ങളെയൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്യാനും നമ്മുടെ ശരീരത്തിന് കൂടുതൽ ഫൈബർ പ്രൊഡ്യൂസ് ചെയ്യാനും ഒക്കെ ചീര സഹായിക്കും. ഇനി ഞാനിതേ കട്ട് ചെയ്ത ചീര കൂടെ ഇതിൽ ആഡ് ചെയ്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കുന്നുണ്ട്. ഇത് അടച്ചു മൂടിയൊന്നും വേവിക്കുന്നില്ല. ആവി വന്ന് മൊത്തം വെള്ളമായി പോകും. അപ്പോൾ തുറന്ന് വെച്ച് തന്നെ വേവിക്കുക. 1 മിനിറ്റ് മതി. ഇതേ ആൾ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യുക. ഞാനിതേ ഗ്യാസിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്തു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക. താങ്ക് യു ഫോർ വാച്ചിങ്.